ഒപ്പുംപാടം സജിന്റെ ഭാര്യ അഞ്ജലിയുടെ വീട് മലമ്പുഴ മണ്ഡലത്തിലെ കൊടുമ്പ് പഞ്ചായത്തിലാണ്. എന്നാൽ ഇവർക്ക് ഈ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടുണ്ട് എന്ന് വീട്ടുകാർ പറയുന്നു. വോട്ടുണ്ട് എന്നതിന്റെ രേഖകൾ റിപ്പോർട്ടറിന് കിട്ടുകയും ചെയ്തു. സാനിയു ഇക്കാര്യം ശിവന്റെ വീട്ടിൽ പോയി നേരിട്ട് അന്വേഷിക്കുകയായിരുന്നു. സാനിയുണ്ട് ഇപ്പോൾ തത്സമയം. സാനിയു, ഇപ്പോൾ ശിവന്റെ വീട്ടിൽ പോയി അന്വേഷിക്കുമ്പോൾ കൊടുമ്പിൽ താമസിക്കുന്ന ശിവന്റെ കുടുംബത്തിന് എങ്ങനെയാണ് ഇപ്പോൾ പാലക്കാട് വോട്ടുണ്ടാവുക? അതെങ്ങനെയാണ് അവർ വിശദീകരിക്കുന്നത്? അവർക്കത് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. കാരണം അഞ്ജലി പ്രസാദോ അവരുടെ ഭർത്താവ് സജിനോ ആയിരുന്നില്ല വീട്ടിലുണ്ടായിരുന്നത്, അവരുടെ അമ്മയായിരുന്നു. സ്വാഭാവികമായും പ്രായമായ സ്ത്രീയാണ്, അവർക്കത് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ നമ്മളത് മനസ്സിലാക്കുന്നത് കൊടുമ്പ് പഞ്ചായത്തും കണ്ണാടി പഞ്ചായത്തും തമ്മിൽ ഒരു റോഡിൻ്റെ മാത്രം വ്യത്യാസമേ ഉള്ളൂ. ഒരു റോഡിന് അപ്പുറവും ഇപ്പുറവുമാണ് കൊടുമ്പ് പഞ്ചായത്തും കണ്ണാടി പഞ്ചായത്തും സ്ഥിതി ചെയ്യുന്നത്. സ്വാഭാവികമായും ഇവരുടെ വോട്ടർ ID ആരോ വാങ്ങിക്കൊണ്ടുപോയതിനു ശേഷം കണ്ണാടി പഞ്ചായത്തിലും വോട്ട് ചേർത്തതാകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ 2 വോട്ടർ ID കാർഡ് തന്നെയാണ് 2 പട്ടികയിലുമുള്ളത്. അതായത് മലമ്പുഴ മണ്ഡലത്തിൽ അത് കൊടുമ്പ് പഞ്ചായത്ത് ഉൾപ്പെടും. മലമ്പുഴ മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ വോട്ട് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ID കാർഡ് അല്ല ഇപ്പോഴത്തെ പുതിയതായി ചേർത്തിരിക്കുന്ന ID കാർഡിലുള്ളത്. അതായത് ഇത് വെറും 25/10/2024 ചെയ്ത കാര്യമാണ്. ഒരു മാസം പോലും ആയില്ല ഈ വോട്ട് ചേർത്തിട്ട്. വെറും 20 ദിവസത്തിനുള്ളിൽ വ്യാപകമായി ഇത്തരത്തിൽ വോട്ട് ചേർത്തു എന്നുള്ളതാണ്. അഞ്ജലിയുടെ ഒരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ അവരെ നമുക്ക് വ്യക്തിപരമായി ഒന്നും പറയാൻ കഴിയില്ല. അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ആളാണെങ്കിൽ സാനിയോ, മലമ്പുഴ മണ്ഡലത്തിൽ നേരത്തെ വോട്ട് ചെയ്ത ആളാണെങ്കിൽ തനിക്കിപ്പോൾ പാലക്കാട് വോട്ടുണ്ട് എന്ന് വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അവർ അറിയേണ്ടതല്ലേ? അവരറിഞ്ഞിട്ടുണ്ടാകണമെന്ന് കരുതുന്നു. എന്തായാലും അവരുടെ അമ്മയോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുമെന്ന് മകളും ഭർത്താവും പറഞ്ഞിട്ടുണ്ട് എന്നതാണ് അമ്മയോട് ചോദിക്കുമ്പോൾ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവരത് അറിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ നേരത്തെ റോഷിബാൽ പറഞ്ഞതുപോലെ പലരും അത് പുറത്തു പറയാൻ മടിക്കുന്നു. നമ്മൾ ആ പ്രദേശത്ത് കൊടുമ്പ് പഞ്ചായത്തിൻ്റെയും കണ്ണാടി പഞ്ചായത്തിൻ്റെയും അതിർത്തി പ്രദേശങ്ങളിലൊക്കെ പോയി സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് വന്നത് ഈ ഒരു വ്യാജ വോട്ടിനെ കുറിച്ച് അന്വേഷിക്കാനല്ലേ എന്നുള്ള ചോദ്യം വ്യാപകമായി കിട്ടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അവിടെ വ്യാപകമായി പരസ്യമായി തന്നെ ആളുകൾക്ക് ഇതറിയാം. പലർക്കും വ്യാജ വോട്ടുണ്ട് എന്നും പലർക്കും 2 വോട്ടുകളുണ്ട്, 2 ID കാർഡിൽ തന്നെയാണ് ഈ 2 വോട്ടുകളും എന്നുള്ള കാര്യമൊക്കെ പലർക്കും അറിയാമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇത് ആര് ചേർത്തു, ആർക്കു വേണ്ടി ചേർത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത്തരത്തിൽ 2500-ലധികം വ്യാജ വോട്ടുകൾ ചേർത്തതായാണ് CPMന്റെ ഒരു ആരോപണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ കലക്ടറും ഇടപെടുകയാണ്. സ്മൃതി, കലക്ടർ ഇടപെടുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ നമ്മുടെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ആരാണ് ഇപ്പോൾ പരാതിപ്പെട്ടിരിക്കുന്നത്? അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? അതായത് വാർത്തയുടെ അടിസ്ഥാനത്തിൽ CPM ജില്ലാ കമ്മിറ്റി ഒരു പരാതി നേരത്തെ തന്നെ ഒരു വ്യാപകമായ ഒരു പരാതി, അതായത് കൃത്യമായി ഏതൊക്കെ നമ്പറുകൾ എന്ന് പറയാതെ ഒരു പരാതി കൊടുത്തിരുന്നു. നമ്മളിപ്പോൾ ഏതൊക്കെ നമ്പറുകളാണെന്ന് കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ CPMന്റെ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഒരു പരാതി കൊടുത്തിരുന്നു. അദ്ദേഹം ഇങ്ങനെ വ്യാപകമായി വോട്ടുകൾ ചേർക്കുന്നുണ്ട് എന്നുള്ള ഒരു പരാതിയാണ് കൊടുത്തിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജില്ലാ കളക്ടർ ഒരു മറുപടി കത്ത് അയച്ചിട്ടുണ്ട്. അതിൽ ആവശ്യപ്പെടുന്നത് നിങ്ങൾ പറയുന്നത് പ്രകാരം ഓരോരുത്തരുടെയും രേഖകൾ ഹാജരാക്കാനാണ്. അതായത് 2 വോട്ടുകൾ ഉണ്ടെങ്കിൽ ആ 2 വോട്ടർ പട്ടികയുടെയും ലിസ്റ്റിൻ്റെ കോപ്പി, 2 ID കാർഡ് ഉണ്ടെങ്കിൽ ആ 2 ID കാർഡ് നമ്പറുകൾ, ഇതടക്കം വിശദമായി തിരിച്ച് റിപ്പോർട്ട് കൊടുക്കാനാണ് ജില്ലാ സെക്രട്ടറിയോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പെട്ടെന്ന് ഈ ഒരു കാര്യം പെട്ടെന്നാക്കുകയാണ് കലക്ടർ. അതായത് വാർത്തയടക്കം വന്നതിൻ്റെ പിന്നാലെ പെട്ടെന്ന് ഇടപെടുകയാണ് ജില്ലാ കലക്ടർ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ ഈ വോട്ടുകൾ, ഇരട്ട വോട്ടുകളുള്ളതെല്ലാം തള്ളുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടപടി എടുക്കുകയോ ഒക്കെയാണ് ചെയ്യേണ്ടി വരിക. ഇരട്ട വോട്ടല്ല, ക്ഷമിക്കണം, വ്യാജ വോട്ട് എന്ന് തന്നെ പറയണം. ഇരട്ട വോട്ട് എന്ന് പറഞ്ഞാൽ ഒരു പട്ടികയിൽ 2 വോട്ട് വരികയാണ്. പക്ഷേ ഇത് കൊടുമ്പ് പഞ്ചായത്തിലെ അല്ലെങ്കിൽ മലമ്പുഴ മണ്ഡലത്തിലെ വോട്ട് പാലക്കാട് മണ്ഡലത്തിലേക്ക് കയറി എന്നുള്ളതാണ് പ്രശ്നം. അതിൽ ജില്ലാ കലക്ടർ ഇടപെടുകയാണ്. കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ പാർട്ടിയോട്, CPMനോട് ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശരി, 2 വോട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പക്ഷേ ഇതിൽ BLOമാരുടെ ഭാഗത്തുള്ള പിഴവും പ്രധാനമാണ്.